എന്താ മന്മഥേട്ടാ തപ്പുന്നേ? അതെ, ഞാന് ചെരുപ്പ് ഇവിടെ ഇട്ടിട്ടാണ് തൊഴാൻ പോയപ്പോ തിരിച്ചു വന്നപ്പോ ചെരുപ്പ് കാണുന്നില്ല. ഇവിടെ തന്നെ ആയിരുന്നു ഇട്ടേ? ഇവിടെ തന്നെ ഇട്ടത്. ഇതിനു മുമ്പും പോയിട്ടുണ്ട് എന്റെ ചെരുപ്പ്. പുളി ചെരുപ്പായിരുന്നേ, കമ്പനി ചെരുപ്പ്. അതുപോട്ടെ, കുറച്ചു ദിവസം കണ്ടില്ല. അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം ഉണ്ടായി. എല്ലാരും കൂടെ ഭയങ്കര ആഘോഷമായിരിക്കല്ലേ, സന്തോഷമായിരിക്കല്ലേ കല്യാണം? ആഘോഷമൊക്കെ ആയിരുന്നു. എന്തായി നമ്മുടെ കല്യാണത്തിന്റെ കാര്യമൊക്കെ? നമുക്ക് ചൊവ്വാദോഷമൊക്കെ അല്ലേ, എപ്പ കല്യാണം, ആര് കല്യാണം? എനിക്കും അത് തന്നെ, പാപജാതകം. നമ്മുടെ കുടുംബ ജോത്സ്യര് പറഞ്ഞ് അങ്ങനെ 1 മാസമായിട്ട് കുറേ വഴിപാടുകളും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇന്നത് കഴിഞ്ഞു 1 മാസം. ഇത് ചിലപ്പോൾ ശരിയായാലായി. എനിക്കുണ്ട് കുറെ വഴിപാടുകളും. എന്റെ ജോത്സ്യനും പറഞ്ഞായിരുന്നു എനിക്ക് ഇനി ഒരാഴ്ച കൂടെ അമ്പലത്തിലൊക്കെ വരണം. അതെല്ലേ, എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചോളൂ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, നമ്മൾ രണ്ടും തുല്യ ദുഃഖിതരാണല്ലോ. നിശാഗന്ധിയുടെ കല്യാണം നടക്കാനും എൻ്റെ കല്യാണം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നടക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ടാണോ? തൊഴുതിട്ട് നേരെ വീട്ടിലേക്കാ, ഓഫീസിൽ പോണം. എല്ലാം പെട്ടെന്ന് നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. ചെല്ലട്ടെ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും, നികുതി കൂട്ടും. പിന്നെ ചുമ്മാ കൂടുതലെല്ലാം പാർട്ടി കാരണം. വെള്ളക്കരൻ കൂടും, വെള്ളക്കുറത്തിന് നികുതി കൂടും. അപ്പൊ വെള്ളം നോക്കണ്ട, അതും പോയി. വൈദ്യുതി നിരക്ക് കൂടും, വെളിച്ചവും പോയി. പാർട്ടി കാരടാ. അല്ല ഉണ്ണിയേട്ടാ, എന്തോനെ വില കൂടാത്തൊരു സാധനം ഉണ്ട്, ഇതെന്ന് പറയാമോ? പറയാ മനുഷ്യൻ. എങ്ങനെ മനസ്സിലായി? എടാ, നിനക്ക് എന്ത് വിലയല്ലേ? ഇരിക്കുന്ന 2 ആളും കേട്ടോ, അവർക്ക് പിന്നെയും വിലയുണ്ട്. പിന്നെ ഒന്ന് വാവുന്നാക്കി കടിക്കാൻ വന്നാ ഓടൂലേ നീ, അതൊരു വിലയല്ലേ ഇത്. ഇതെല്ലാം വിട്ട് എല്ലാം നെഗറ്റീവാന്ന് കാണും. പോസിറ്റീവായിട്ട് നമ്മളെ ജ്യോതിഷരത്നം കൃഷ്ണേട്ടനല്ലേ, പറമ്പിലെ കൃഷ്ണേട്ടൻ, എന്റെ നക്ഷത്രം നോക്കട്ടെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്രാവശ്യം എന്തെങ്കിലും രക്ഷപ്പെടണം. ഉണ്ണിയുടെ നാളേതാ? എന്റെ തിരുവോണോ നല്ല നാളാന്ന്, പറിച്ചു കാര്യമില്ല, എനക്ക് രക്ഷ കിട്ടുന്നില്ല. നാളിനൊന്നും ഒരു കുറവില്ല. നാളെ നന്നായ പോരാ, നമ്മൾ നന്നാവും അല്ലേ? പണിക്കും പോണ ഉണ്ണിയേട്ടാ. നോക്കട്ടെ തിരുവോണത്തിന്റെ. എടാ, തിരുവോണം ഒഴിവാക്കിയാ? എടുത്തു. ഉത്രാടം കഴിഞ്ഞിട്ട് നോക്ക്. ഉത്രാടം കഴിഞ്ഞ് തിരുവോണം ഉണ്ടല്ലോ. അധ്വാനിച്ചാലും ഫലം കുറയും. അധ്വാനിക്കുന്നില്ലല്ലോ. എല്ലാ ഈ മാസം അടി പോകുന്നില്ല, പാലൂല്ലേ, പിന്നെ നമ്മ അധ്വാനിച്ചിട്ട് കാര്യമില്ലോ. ദുഷ്പേര് കേൾക്കാൻ സാധ്യത. സാധ്യത എന്താ? ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, നമ്മ പുറത്തിറങ്ങാണ്ടെന്നാ പോരെ? പുറത്തെ നമ്മളെ പറയില്ലോ, പുറത്തിറങ്ങിയാലേ നമ്മളെന്തെങ്കിലും ചെയ്താലും ദുഷ്പേര് വരുന്നത്. നിങ്ങളെ ചീത്ത പേര് വീട്ടിൽ തെരഞ്ഞൊരു ഉണ്ണിയേട്ടാ. മോളെ, ഉണ്ണിയേട്ടന് ദുഷ്പേരാ. എനിക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാ, നായിന്ന് മാത്രം. ഉണ്ണിയേട്ടനോ എന്തെല്ലാം കുറ്റപ്പേരാ വിളിക്കുന്നത്? എടാ, നെഗറ്റീവടാ, ലൈഫിൽ നെഗറ്റീവാണ്. നിങ്ങളെ പോലെ തന്നെ പണിയില്ല, വെറുതെ ഇരിക്കുക. പോസിറ്റീവ് ഇല്ലെങ്കിൽ പോയാ പണിയില്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആര്? ഇവര് ഇങ്ങനെ ഇറങ്ങി എവിടെങ്കിലൊക്കെ പോയിട്ടല്ല ആഹാരം കിട്ടുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കും, നീ പണിക്കൊന്നും പോയില്ലോ, നീ എന്നെ കുറെ സ്വീപ്പാക്കിയല്ലോ, നീ എന്ത് പണിയെടുത്തില്ലേ? ഞാൻ ചെറിയ പ്രായമല്ലേ ഉണ്ണിയേട്ടാ, നീ പണിയെടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. എടാ, എന്റെ അച്ഛന് ആഗ്രഹം എന്ന് അറിയാം, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, വീഴ്ച വിരിച്ചു. എന്തെന്ന് മനുവാട്ടാ, ഭക്തി മൂത്ത് സ്വാമിയാറെ പോലെ നോക്കിയാ ചെരുപ്പ് ഒരു വീഴ്ചു. എന്ത് മനുഷ്യരാണ്. ചെരുപ്പൊന്ന് കാട്ടെ. ചെരുപ്പ് കാണിക്കാനാ? ഇത്രയും ദരിദ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ്. ഒരു ചെരുപ്പിട്ടുണ്ടെന്ന് പുതിയ ചെരുപ്പ് മേടിച്ചിട്ട് ഒരാഴ്ചയായില്ല, ആരെടുത്തിട്ട് പോയി. അമ്പലത്തിക്കാരെങ്കിലും പുതിയ ചെരുപ്പിട്ട് പോവോ? എന്റേത് പോയി. ഇത്ര നാളെ അമ്പലത്തിൽ പോകുന്നല്ല, അറിയില്ല പുതിയ ചെരുപ്പ് ഇട്ടോണ്ട് പോയി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു. ഒരു കാര്യം ജൈവരെ മണപ്പിക്കാൻ വിടാ, നായി അങ്ങനെ. അതിനായോ എന്തായി കാര്യങ്ങള്? കുറെ വഴിപാടുകളുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണിനെ കണ്ടല്ലോ പോയിട്ട്. അത് ഈ ചേരലടോ ജാതകം.
അത്രയ്ക്ക് പ്രശ്ന ഇല്ല, അത്രയ്ക്ക് ദോഷമൊന്നും എനിക്കില്ല, പക്ഷെ പെൺകുട്ടിക്ക് നല്ല ദോഷമുണ്ട്. ആടാ രണ്ടും ചേരണ്ടേ. പിന്നെ അച്ഛൻ ഇന്നിപ്പോ സൂതൻ ജോത്സ്യനെ കാണാൻ പോകുന്നുണ്ട്. പോയിട്ട് വരുമ്പോ മിക്കവാറും അറിയാം എന്താവും എന്നുള്ളത്. കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോ നമ്മൾ പ്രശ്നം വെച്ചപ്പോ ചില പ്രതിവിധികളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ചെയ്യാനൊക്കെ ചെയ്യണ്ടായോ? ഒക്കെ ചെയ്തു. പിന്നെന്തോ വേറെന്തോ കൂടി പറഞ്ഞിരുന്നല്ലോ. സുബ്രഹ്മണ്യ കോവില് അവിടെ പോയിട്ട് 2 നേരം കുളിച്ചു തൊഴുക. അത് മോൻ തന്നെയല്ലേ പോണത്? അവൻ തന്നെ. ആൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടല്ലേ? കല്യാണം കഴിക്കാനൊക്കെ നല്ല താല്പര്യ. അതിന്റെ കാര്യം ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് ഉറക്കം തന്നെ ഇല്ല. ഈ പ്രായം കുറച്ചായില്ലേ അതിന്റെയൊക്കെ. എന്താ മോന്റെ പേരെന്തോ പറഞ്ഞല്ലോ? എന്താ പേര്? മന്മഥൻ. മന്മഥൻ. അപ്പോ നമ്മള് പ്രശ്നത്തിൽ കണ്ട പോലെയൊക്കെ എല്ലാ പ്രതിവിധിയും ചെയ്ത സ്ഥിതിക്ക് ദൈവകോപമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ മന്മഥന്റെ കല്യാണം നടക്കൂല്ലേന്ന് നമുക്കൊന്ന് പരിവച്ച് നോക്കാം. ഒന്നോട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ നേരത്തെ കണ്ട പ്രശ്നവിധി പ്രകാരം നമ്മൾ ചെയ്ത പൂജാതി കർമ്മങ്ങളും വഴിപാടുകളൊക്കെ ദൈവങ്ങൾ കൈക്കൊണ്ടിരിക്കണം. സമാധാനം. ദൈവങ്ങളൊക്കെ സംതൃപ്തരാണ് ഇപ്പോ. പക്ഷെ ഇവിടെ ദോഷം കാണുന്നത് പിതൃദോഷാണ് കാണുന്നത്. പിതൃദോഷോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പരേതാത്മാക്കളൊക്കെ ഗതി കിട്ടാണ്ട് അങ്ങനെ തറവാട്ടിൽ അലഞ്ഞു നടക്കണമെന്നാണ് പ്രശ്നവിധി. എന്തപ്പാ അങ്ങനെ വരാൻ? കുടുംബത്ത് വല്ല ദുർമരണവും നടന്നിട്ടുണ്ടോ? ദുർമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുളത്തില് ആത്മഹത്യ, എന്തെങ്കിലും അപകട മരണം? അങ്ങനെ ഒരു മരണം അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കുടുംബത്തിലെ ഏതോ ഒരു വല്യച്ഛൻ അദ്ദേഹം പാടത്തെ കുളത്തിൽ വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇത് തെറ്റില്ല, ജ്യോതിഷം ഒരിക്കലും തെറ്റില്ല. അതുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണം. ആ ആത്മാവല്ല മെയിനായിട്ടേ, വേറൊരു ആത്മാവ് അപകടകാരിയായിട്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ആരാത്? അവസാനം തറവാട്ടിൽ മരിച്ചതാരാ? അവസാനം ഇപ്പൊ മരിച്ചത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ആത്മാവിന് ജീവിച്ചിരിക്കുന്ന മകനും പേരക്കുട്ടികളൊക്കെ പൂവും വെള്ളവും കൊടുത്ത് തൃപ്തിപ്പെടുത്തണ്ടേ? അച്ഛനപ്പോ കുഴപ്പമില്ല. അച്ഛനാണ് ഏറ്റവും അപകടമായിട്ട് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ വയസ്സായവരെയാണ് ഇത് ബാധിക്കുക. അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാം. ഈ പരേതാത്മാക്കളെയൊക്കെ നമ്മൾ ബന്ധിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി വർഷാവർഷം പൂവും വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആത്മാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ തീരും. അങ്ങനെ തീർന്നാലേ നിങ്ങളുടെ മകൻ മന്മഥന്റെ കല്യാണം നടക്കും. എല്ലാ കൊല്ലവും കുടുംബത്ത് ഇതേപോലെ ഈ മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പൂജ നടത്തും. അപ്പൊ അതിനൊക്കെ വേണ്ട സംഗതിക്കൊക്കെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇപ്പോ കുട്ടികളൊക്കെ വലുതായി ഒരു ഇതായി വന്നപ്പോ അതൊക്കെ അങ്ങോട്ട് നിന്നു. എനിക്കും വയ്യാണ്ടേ. ഇനി ഒട്ടും അമാന്തിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതിവിധി ചെയ്യാം. അപ്പൊ ഈ ആത്മാക്കളെയൊക്കെ ആവാഹിച്ചിരുത്തണമെങ്കിൽ 1-2 ദിവസത്തെ പൂജാക്രിയകളൊക്കെ നടത്തണം. അതിന്റെ കൂടെ അന്നദാനം നടത്തുക. ഇപ്പൊ ഈ അന്നദാനം എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് അല്ല, കുടുംബക്കാരേനെയും നാട്ടുകാരേനെയൊക്കെ വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കുക. അതെ. അപ്പൊ അങ്ങനെ 2 ദിവസത്തെ പൂജാക്രികൾ വേണ്ടിവരും. ചെയ്യല്ലേ? നന്നാവപ്പോ അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പരിചയമുള്ള ഒരു 1-2 ആളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൂടാ. അത് മതി. അപ്പൊ അവര് ചെയ്യുമ്പോ അവര് പറഞ്ഞ പോലെ ഒക്കെ നിന്ന് കൊടുത്താൽ മതി. അത് ചെയ്താലാണ് കാര്യങ്ങളൊക്കെ നന്നാവുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നോക്കുക. ദക്ഷിണ വെച്ചോളാം. ഗൂഗിൾ പേ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലേ? പൈസ ആയിക്കോട്ടെ.
എടാ ഈ സുഗതെന്ന് പറയണ ജോത്സ്യനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അയാൾ മഹാസിദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ പ്രവചനങ്ങൾ നടത്തിയിട്ടില്ലേ? അതൊക്കെ അച്ചട്ടാ. അയാള് പറയണ കാര്യങ്ങൾ നമ്മളിവിടെ നടത്തണം. അതാ ഞാൻ ഈ പറയണത്. അപ്പൊ അത് മാത്രം കേൾക്കില്ല. എത്ര കാലമാച്ചി അന്ധവിശ്വാസത്തിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? എന്തോരം ജ്യോത്സ്യന്മാര് പറഞ്ഞ എന്തെല്ലാം പൂജകൾ ഇവിടെ നടത്തി. വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടാ? എന്റെ പ്യാരി, നിനക്കങ്ങനെ പലതും പറയാം. ജീവിതം പോയത് എന്റെ ആണല്ലോ. എന്റെ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് എന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ. പിന്നെ അച്ഛൻ പറയണതിൽ കാര്യമുണ്ട്. ഒന്നുമില്ലാതെന്ന് അച്ഛൻ ഒന്നും പറയൂല. ചേട്ടന് പെണ്ണ് കിട്ടാത്തത് ചേട്ടന്റെ തന്നെ കുഴപ്പമാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന്. ചേട്ടൻ അച്ഛന്റെ വാക്കും കേട്ടിട്ട് പൊരുത്തവും ജാതകവും സമയവും മുഹൂർത്തവും ഒക്കെ നോക്കി നടക്കല്ലേ. അതിന്റെ പുറകെ പോയാൽ മരിച്ചാലും മൂക്കി പല്ലു വന്നാലും നിങ്ങക്ക് പെണ്ണ് കിട്ടാൻ പോണില്ല. നീ കല്യാണം കഴിച്ചത് കേരളത്തിൽ ഇപ്പൊ നീ വല്ലാതെ വളമ്പണ്ട. നീ കല്യാണം കഴിച്ചു, എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? എന്താ കുഴപ്പമുണ്ടായത്? എന്താ കുഴപ്പമുണ്ടായത്? എവിടെടാ ജീവിതം? ഭാര്യ ലണ്ടനില്, നീ ഇവിടെ. അതന്നെ. അവളവിടെ ലണ്ടനിൽ നേഴ്സാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്. അവള് പൈസ അയച്ചു തന്നോണ്ടാണ് ഇവിടെ എല്ലാരും വെട്ടി വിഴുങ്ങി തിന്നണത്. പൈസ ഉണ്ടായാ മതി, ജീവിതമില്ല. ജീവിതം ഞാൻ കുറെ കഴിഞ്ഞ് അങ്ങോട്ട് പോകും അവളുടെ കൂടെ. എന്താ പോവും? എന്തേ? നിന്നെ വിട്ടിട്ട് വേണ്ടേ? ആര് വിട്ടിട്ട്? എടാ, ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെ അവര് വിടില്ല. പിന്നെ ആത്മാക്കളല്ലേ എനിക്ക് വിസ അടിക്കണ ലണ്ടനിലേക്ക്. ഈ തല തെറിച്ചവന് എന്തെങ്കിലും പറയട്ടെ. പക്ഷെ സുഗതം പറഞ്ഞ സംഗതി നമ്മൾ നടത്തണം. ആത്മാക്കൾ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. അവർക്ക് പൂജയും കിട്ടണില്ല, വെള്ളവും കിട്ടണില്ല, ഒരു കുന്തവും കിട്ടണില്ല ഈ തറവാട്ടിന്ന്. അതില് പ്രധാന അച്ഛനാന്നാ പറയണത്, മുത്തച്ഛനെ. മുത്തച്ഛനായിരിക്കുള്ളൂ. മുത്തച്ഛൻ ജീവിച്ചിരുന്നപ്പോ എന്തായിരുന്നു കോള്? ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉള്ളാണ്ട കേസും കുട്ടീശ്വരവും നടത്തി ഉള്ള സമ്പത്തും സ്വത്തും മുഴുവൻ നശിപ്പിച്ച് ഇവിടെയും സമാധാനം തന്നിട്ടില്ല. ഇപ്പൊ മരിച്ചാലും സമാധാനം തരൂലെന്ന് പറഞ്ഞാ. അതേ, മുത്തച്ഛൻ വെള്ളം കുടിക്കാതെ നടക്കണേ ആ കുളത്തില് കല്ല് കെട്ടി താത്തിയിട്. ആവശ്യത്തിന് വെള്ളം കുടിക്കട്ടെ. അല്ലാതെ ഇവിടെ പൂജ നടത്തിയിട്ട് കാര്യമില്ല. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത് ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അച്ഛാ, ആ യുക്തിവാദി ശീതളന്റെ കൂടെയാണ് ഇപ്പൊ കൂട്ട്. ഈ അമ്മ പറഞ്ഞത് ശരി. ഈ പിതൃക്കൾ കാരണമാണ് എന്റെ ഭാര്യ പോയത്. ഓൾ എന്നോട് ചോദിച്ചു, ഒന്ന് റേഷൻ കടി പോകുന്നു. എല്ലാ ദിവസവും മറുപോലെ പറ്റൂലെന്ന് പറഞ്ഞത്. റേഷൻ കാർഡ് എടുത്തിട്ട് ഓള് പോയില്ലേ? എന്റെ പിതൃക്കളെ, നിങ്ങൾ എന്തിനാ എന്നോട് ചതി ചെയ്തു? ഞാൻ എന്ത് തെറ്റാ ചെയ്തു? നിന്റെ ഭാര്യ റേഷൻ കടക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയത് പിതൃക്കളുടെ തലയിൽ വെക്കണ്ട. അത്രയും കൊള്ളരാത്തവരല്ല നമ്മുടെ പിതൃക്കള്. നീ പെണ്ണ് കെട്ടിയാലേ നീ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കണം. അല്ലെ ഏത് പെണ്ണായാലും വേറെ ഒരുത്തന്റെ കൂടെ പോകും. ഇനി അതും കൂടി പിതൃക്കളുടെ തലയിൽ വെച്ചോ. പൂജ നടത്താൻ ഒരേ കാര്യം പറഞ്ഞുണ്ടാക്കിയണേ. തല തിരിഞ്ഞ വർത്താനം പറയാണ്ടിരിക്കണ കഴുത. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ നടത്തിയാൽ മതി. ആ സുഗതം പറഞ്ഞ പോലെ ഇവിടെ പൂജ നടത്തണം. എല്ലാവരും ഓരോ വിഹിതം ഇടും. ഒരു വിഹിതം നീയും കൊടുക്കണം. ഞാൻ കൊടുക്കൂല. അതാ കൊടുക്കില്ലാതെ? ഈ പൂജ നടത്താൻ വേണ്ടി 10 പൈസ ഞാൻ കൊടുക്കൂല. പറയുന്നത് അച്ഛാ, അവന്റെ പൈസ കൂടെ ഞാൻ തരാം. അച്ഛാ, നമുക്ക് പൂജ മുടക്കണ്ട. അതെ, ഞാൻ കട്ടിട്ടെങ്കിൽ മോഷ്ടിച്ചെങ്കും ഞാൻ എടുക്കും. എന്റെ ഓൾ എനിക്ക് വരണം. ഇത് കൊണ്ടല്ലോ. അച്ഛന് മരുന്ന് മേടിക്കണമെങ്കിലോ ഭക്ഷണോ ഞാൻ ആവശ്യത്തിന് മേടിച്ചു തരാം. ഈ ജാതി കസരത്തിന് എന്റെ അടുത്ത് 10 പൈസ കിട്ടൂല. നിങ്ങൾ പൂജ നടത്തേ, ആവാഹിക്കേ, പിടിച്ചു കെട്ടേ, എന്തേലും ചെയ്യും. പ്രേതങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കണമെന്നാണോ പറയുന്നത്? അതേ മന്മത, ആ തല തിരിഞ്ഞവൻ എന്തെങ്കിലും പറയട്ടെ, അത് നോക്കണ്ട. പൂജ എന്തായാലും നടത്തണം. നടത്താച്ച. പൂജ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാല് നിന്റെ വിവാഹവും നടക്കും. എന്റെ ഓളും വരണം. വരും വരും, കാത്തിരുന്നോ. കൂടെ ഒരു കൊച്ചുണ്ടാവും. വലിയ പറമ്പിൽ സത്യശീലൻ മകൻ മന്മഥൻ പൂരുട്ടാതി നക്ഷത്രം. വടക്കേത്തറ അർജുനൻ മകൾ നിശാഗന്ധി കാർത്തിക നക്ഷത്രം. ഞാൻ പറഞ്ഞില്ലേ, പൂജയൊക്കെ കൈകൊണ്ടിരിക്കണം. അതെയല്ലേ? ആത്മാക്കളൊക്കെ തൃപ്തരായിരിക്കണം.
ഈ മംഗല്യത്തിന്റെ തടസ്സങ്ങളൊക്കെ നീങ്ങിയിരിക്കണം. ഓ സമാധാനായി. എല്ലാം ശുഭാണേ. അതാണേ ഇപ്പൊ കല്യാണം ഇപ്പൊ ഒരിത്തിരി വൈകിയതേ ഉള്ളൂ. അതെ അതെ. അത് വിഷമിക്കാനൊന്നുമില്ല. സാറേ ഒരു കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. ഓ ആ പറഞ്ഞു. പൂജയെല്ലാം കഴിച്ചതായ സ്ഥിതിക്ക് എന്റെ ഓള് തിരിച്ചു വരുവാ. ഒളിച്ചോടി പോയ തന്റെ ഭാര്യ തിരിച്ചു വരുമെന്നാണോ ചോദിക്കണേ? അതെ അതെ. അത് വരില്ല. കാരണം ആ കുട്ടിക്ക് നരക ജീവിതം പറഞ്ഞിട്ടില്ല, സുഖജീവിതം പറഞ്ഞിരിക്കണത്. അതുകൊണ്ടാണ് ആ കുട്ടി അയാളുടെ കൂടെ പോയത്. ഇനി വേറെ ഏതെങ്കിലും കുട്ടീനെ നോക്കൂ, ചിലപ്പോ നടക്കും. അല്ല ജോത്സനെ, ആ. എന്നാ പിന്നെ ഇനിയിപ്പൊ ഞാനും ആ നിശാഗന്ധിയായിട്ടുള്ള വിവാഹത്തിന്റെ ഇതൊന്നും നോക്കിയാൽ അല്ല, അതാണല്ലോ ഇപ്പൊ നമ്മള് നോക്കിയത്. അതാ പറഞ്ഞു വരുന്നത്. മന്മഥന്റെ കല്യാണം നടക്കും. പക്ഷെ ഈ നിശാഗന്ധി ആയിട്ടുള്ള കല്യാണം നടക്കില്ല. അത് ചേരില്ല ജാതകം. അതെന്താ? അതായത് പ്രശ്നവശാൽ 10 പൊരുത്തത്തില് 2 പൊരുത്തമുള്ളൂ. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൂടെ? ഒന്നുകൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും വേറെ വല്ല പരിഹാരങ്ങൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശനീശ്വരൻ കോവിലിലെ ഒരു 7 ദിവസം മുടങ്ങാതെ പോയിട്ട് രാവിലെ അർച്ചന നടത്താന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു ദേവീ ക്ഷേത്രത്തിലെ മുട്ട ഇറക്കാന്നും കൂടി പ്രാർത്ഥിക്കും. മനസ്സിലെല്ലാവരും അത് പ്രാർത്ഥിച്ചിരിക്കും. നമുക്ക് ഒന്നുകൂടി വെച്ചോക്കാം. എന്താ പ്രാർത്ഥിച്ചോളൂ. അത് പ്രാർത്ഥിച്ചോ. നന്നായി മനസ്സിരുത്തി പ്രാർത്ഥിക്കും. ശനിദോഷങ്ങൾ ശരിയല്ലല്ലോ. ഇപ്പൊ എങ്ങനെ? ഈ വിവാഹം വേണ്ട. അതെയോ? കാരണം 6 മാസം കൂടുതൽ വായില്ല എന്നാ കാണുന്നതേ. മരണം വരെ സംഭവിക്കാം. വധുവിനോ വരണോ ആർക്കെങ്കിലും ഒരാൾക്ക്. പരീക്ഷണത്തിന് നിൽക്കണോ? പൂജയും വിധിയൊക്കെ നടത്തിയെങ്കിലും ഏതോ ഒരു ആത്മാവ് പിടിതരാണ്ടങ്ങനെ അലഞ്ഞു നടക്കണ്ടോ എന്നൊരു സംശയം. അല്ല, നമ്മളെ പൂജ ചെയ്തപ്പോ എല്ലാ ആത്മാക്കളും എല്ലാം അടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതേ അടങ്ങിയല്ലോ. പക്ഷെ ഞാൻ പറയണത് ചിലർക്ക് ചിലവരൊന്നൊരു വിധിയുണ്ടേ. മന്മഥന് ഈ കുട്ടിയെ വിധിച്ചിട്ടില്ല. 2 വർഷത്തിന്റെ ഉള്ളിൽ കല്യാണം നടക്കും. ആലോചിച്ചോളൂ. നല്ല വല്ല ആലോചനകളും വരും. അതുകൊണ്ടായിരിക്കാം. അത് മതി. അപ്പോ പ്രശ്നവശാൽ ഞാൻ പറയണത് ഈ ജാതകം തമ്മിൽ ചേരില്ല. ഈ കല്യാണം നടത്താതിരിക്കണം. ആ മണ്ഡപം ഇനിയിപ്പൊ പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പൊ ഇതാണ് ഇപ്പൊ പ്രശ്നം. ജോത്സ്യം കാരണം ഇപ്പോ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റണില്ല അല്ലേ? നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. മന്മഥേട്ടൻ വിളിച്ചിട്ട് പോവാ ധൈര്യമായിട്ട്. ജാതകം ചേരാണ്ട് കല്യാണം വേണ്ടെന്നാ നിശാഗന്ധി പറയണേ. ഒരു പൂവ് പറഞ്ഞതിന്റെ പേരിലാണ് നീ ഇപ്പൊ ഈ കല്യാണം കഴിക്കാണ്ട് നടക്കണേ? പൂവല്ല, പെൺകുട്ടിയില്ലേ, ആ കുട്ടി. അതിന്റെ പേര് നിശാഗന്ധി എന്നാണ്. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കി പൂജ നടത്തിയിട്ട് മാറിയില്ലേ? ദോഷമൊന്നും മാറിയില്ലേ? പിന്നെ ഒരാത്മാവ് കൂടി ഇങ്ങനെ അലയണുണ്ട്. അതും കൂടെ പിടിച്ചു കെട്ടിയാലേ കുറച്ച് കാശും കൂടി ബാലൻസ് ഉണ്ടാവും വീട്ടിലൊന്ന് മനസ്സിലായിണ്ടാവും. എന്നാ ഇനിയിപ്പൊ ആ ആത്മാവിനെ പിടിക്കാൻ ബാക്കിയും കൂടി മേടിച്ചോണ്ട് പോവാലോ. മന്മഥേട്ടന് ധൈര്യം ഉണ്ടാ? ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതേ ഞാനും ശീതളേട്ടനോട് കൂടാ. നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താന്ന്. വേണ്ടടാ വ്യാരി. ദൈവഭോഗം വരുത്തി വെച്ചിട്ട് എനിക്കൊരു കല്യാണം വേണ്ട, ഒരു ജീവിതം വേണ്ട. ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു മരിക്കാനാണ് എന്റെ ഗതി. എന്ത് ദൈവകോപം? ആ പെൺകുട്ടിക്കാണെങ്കിൽ ചൊവ്വാദോഷമുണ്ട്. അതേ, ഈ പ്രപഞ്ചത്തില് ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞു ഗ്രഹമാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിന്റെ എവിടെയോ ഒരു മൂലയിൽ കിടക്കുന്ന നിങ്ങൾക്ക് 2 ചൊവ്വാദോഷം ഉണ്ടാക്കാൻ ചൊവ്വയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതും തെരഞ്ഞുകൊണ്ട് നടക്കുക. പിന്നെ മന്മഥന്റെ കല്യാണം മുടക്കലാണല്ലോ ചൊവ്വക്ക് പണി. എന്തെന്നാ പറയണ? എവിടെ ഇവനൊക്കെ ചിന്തകളാ? വീട്ടിലെല്ലാവർക്കും ഒക്കെ ദോഷം പറഞ്ഞ സാഹചര്യമാണെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞാൻ അതിനായിട്ട് ഇറങ്ങണത്? വേണ്ട. എന്തെന്നാ ഇവനോടൊക്കെ പറയാം. നീ എന്റെ ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ദോഷവും ഇഡ്ഡലിയും ക്ലാസ്സിലേക്ക് ഇറങ്ങട്ടാ. പറയുന്നു കേട്ടോടെ കല്യാണം കഴിച്ചോളൂ. നീ കല്യാണം കഴിച്ചപ്പം ജാതക പ്രശ്നം ഉണ്ടായിരുന്നോടാ? ഒരു പരിപാടി ഇല്ല. നമുക്ക് എല്ലാ സമയം 3 നേരം ഭക്ഷണം കഴിക്കാം. ബാക്കി എല്ലാ സമയം നമുക്ക് ചിന്തകൾക്ക് സമയം കൊടുക്കണം, പ്രവൃത്തിക്ക് സമയം കൊടുക്കണം. മന്മേട്ട
എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചു? 2 ദിവസമായല്ലോ അവരെ കൂടെ വീട്ടിലേക്ക്. എന്റെ ജീവിതം പോയടാ ഉള്ളി. ഏടെ പോയി നിങ്ങൾ തോന്നാ മനോട്ടോ. മനോട്ടോ ഒന്നും ടെൻഷൻ കണ്ട, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സുഗതൻ ജോത്സർ അങ്ങോട്ട് പോട്ടെ, മാറ്റി വെക്ക്. ഗംഭീരമായ ഒരു ജോത്സർ ഉണ്ട്, രാഘവൻ ജോത്സർ. ആ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം മൂപ്പറ കണ്ണും എല്ലാം നടക്കും. മംഗളകരമായി നടന്ന കാര്യേ ഇല്ല മൂപ്പറന്നു. എന്നാ പിന്നെ നമുക്ക് രാഘവൻ ജോത്സ്യനെ കാണാൻ പോയാൽ കാണാം മനുവേട്ടാ, ഞാനുണ്ട് കൂടെ. അതെ, അതിൽ ടെൻഷൻ അടിക്കണ്ട. അതെ, ഞാനത് നോക്കിയിട്ട് അതെ അതിന് കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ അതെ, ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. അല്ല ജോത്സ്യരെ, എന്റെ പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ല. എന്തെന്ന് ഞാൻ പറയണ്ട്, ചില രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നത് പോലെ ഈ ദൈവത്തിന് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന ദൈവത്തിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, ഈ എന്റെ വീട്ടില് പിതൃക്കളുടെ ഒരു ശല്യം കിടപ്പുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കണത്. ജീവിക്കുന്ന മനുഷ്യൻ ദ്രോഹിക്കലുണ്ട്, മരിച്ചുപോയ ചാരായില്ലേ, പിന്നെന്താ അയാൾ ദ്രോഹിക്കണ്ട്? വെറുതെ നമ്മുടെ മനസ്സിലെ വിശ്വാസം ഇതൊക്കെ, അന്ധവിശ്വാസം. ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എന്റെ കല്യാണത്തിന്റെ തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല എന്റേത് പാപജാതകവും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചൊവ്വാദോഷവും ഉണ്ട്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ? ഈ എല്ലാറ്റിലും മേലെ വേണ്ടത് മനപ്പൊരുത്താണ്. അതുണ്ടായാൽ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് ജ്യോത്സ്യർ പറയണത്. അല്ല, ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ട ഞാൻ പറയില്ല, അത് ശാസ്ത്രമാണ്, കണക്കുമാണ്. പക്ഷേ ഇതിലെല്ലാം മേലെ നമ്മുടെ മനപ്പൊരുത്തമാണ്. അതുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല, സുഖകരമായ ദാമ്പത്യ ജീവിതം നടക്കും. ഞാനും ആ കുട്ടിയായിട്ട് നല്ല മനപ്പൊരുത്തമാണ്. അതല്ലേ വേണ്ടത്, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ അല്ലേ? കല്യാണം കഴിക്കാം, തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം. വളരെ വളരെ സുഖകരമായ ജീവിതമായിരിക്കും. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ മനസ്സിനൊരു ധൈര്യമായി. മനസ്സിന് ധൈര്യം വേണം. ഭാരം ഇറങ്ങിയ പോലെ. പിന്നെന്താണ് രാഘവ ജോസറെ, ഒരു കാര്യം ചോദിക്കാനുണ്ടാകും. എന്തേ? അതെ രാഘവ ജോസറെ, ഒരുപാട് ഭൂതഗണങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഒരു സ്വന്തം ഭൂതഗണം ഒരു റേഷൻ കടക്കാരനെ പോലെ പോയി. ആ ഭൂതം എന്നങ്ങ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് വേറൊരു ദിവസം നോക്കണം. ആയിക്കോട്ടെ, എന്നിട്ട് കൃത്യമായി നോക്കാം നമുക്ക്. നോക്കണത് ആയിക്കോട്ടെ, നോക്കണം. 10 രട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ, നോക്കണം. ഒരു വേറൊരു ദിവസം വരും. സന്തോഷമായി, മനസ്സിൽ എനിക്ക് സന്തോഷം. പണത്തിന് വേണ്ടി ഇത് ചെയ്തെങ്കിൽ ഒന്നും പറഞ്ഞാ മതിയായിരുന്നു, ഞാൻ കൊടുക്കരുതില്ലേ. എടാ, ആ കുടുംബം സീരിയലിലെ ബിന്ദുവിന്റെ കല്യാണം മുടങ്ങി, ചൊവ്വാദോഷം അറിയില്ല. എന്റെ ഈ ജീവൻ ചൊവ്വാദോഷം എന്നൊക്കെ പറയണ വെറുതെ ആണെന്നാണ്. അച്ഛാ എന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കുക, ഒരു കാര്യം പറയാണ്ട്. സൗണ്ട് ഒന്ന് കുറയ്ക്കുക, ഒരിക്കലും കാര്യം പറയാണ്ട് അച്ഛൻ്റെ അടുത്ത്. എന്താണ്? അല്ല, ഈ ചൊവ്വാദോഷം ഈ ദോഷം എന്നൊക്കെ പറയണത് വെറുതെ ആണെന്ന് ജോത്സ്യർ പറഞ്ഞു. അല്ല, നീ ഇപ്പൊ ഇനി വേറെ ഏത് ജോത്സ്യന്റെ അടുത്തേക്ക് പോയി? ഞാൻ നമ്മുടെ രാഘവൻ ജോത്സ്യനെ പോയി ഒന്ന് കണ്ടച്ചാ. എന്തിന്? അല്ല, സുഗതൻ ജോത്സ്യം പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബത്തില് ഒരു ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്, പിന്നെ എന്റെ കല്യാണം നടക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ആത്മാവ് എന്ത് കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി. അപ്പോ രാഘവൻ ജോത്സ്യം പറഞ്ഞു ആ ആത്മാവ് നമുക്ക് ദോഷമുള്ളതല്ല. നിന്നോടിപ്പോ ഞാൻ മറ്റേ ജോത്സ്യന്റെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു ഇല്ലല്ലോ. അല്ല, സുഗതൻ ജോത്സ്യനേക്കാൾ വലിയൊരു ജോത്സ്യൻ ഇല്ല, അത് മനസ്സിലായിക്കോ. അയാൾ ടിവിയിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളാ, അറിയാനക്ക്. സുഗതൻ ജോത്സ്യം അങ്ങനെ വലിയ ആളാണെങ്കിൽ വെച്ചാ നമ്മുടെ ഇവിടെ ആത്മാക്കൾ അലയണെന്ന് പറഞ്ഞാൽ അതിന് പൂജ നടത്തിയല്ലോ. എന്നിട്ട് പിന്നെ ഒരാത്മാവ് അലയണെന്ന് വീണ്ടും പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ അലയണത് പൂജ ചെയ്തപ്പെങ്കിൽ എല്ലാ ആത്മാക്കളെയും പിടിച്ചു കെട്ടണ്ടേ? അതിലിപ്പോ നമ്മൾ ആ പൂജ കൊടുക്കുന്ന സമയത്ത് ആ ആത്മാവ് ഇവിടെ പൂജ കൊടുക്കണ കഥ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെവിടെയെങ്കിലും ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കും. പൂജ കഴിഞ്ഞപ്പോഴേക്കാവും വന്നിട്ടുണ്ടാവുക. ഈ രാഘവൻ ജോത്സ്യം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് മനസ്സുകളുടെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം, അല്ലാതെ മറ്റ് തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാ.
എടാ നീ ഇതുവരെ ആ ശംഖുപുഷ്പത്തിനെ മറന്നിട്ടില്ലേ? നിശാഗന്ധിയാ. ആ നിശാഗന്ധി അതിന് മറന്നിട്ടില്ലേ? അത് നടക്കില്ല എന്ന് സുഗതൻ ജോത്സ്യം പറഞ്ഞില്ലേ? അച്ഛാ, ഇല്ലേ? എനിക്ക് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല അച്ഛാ. നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ ചാവാൻ തീരുമാനിച്ചിരിക്ക? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് രാഘവൻ ജോത്സ്യം പറഞ്ഞല്ലോ. എന്തുണ്ടായില്ലാതെ? എടാ സുഗതൻ ജോത്സ്യം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് 6 മാസത്തിന്റെ ഉള്ളിൽ 2-ൽ ഒരാൾ മരിക്കുന്ന, പിന്നെ മാത്രല്ല കുടുംബത്തിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരും മരിക്കുന്ന. നിന്നെ കൊലക്ക് കൊടുത്തിട്ട് കല്യാണം കഴിക്കണം എനിക്ക്? ആണോ? 39 അയച്ചാ. 39 ആയെങ്കിൽ അപ്പൊ അടുത്ത് 40 ആണ്. 40 ആവും. 2 കൊല്ലത്തിനുള്ളിൽ കല്യാണം നടക്കുന്നത് സുഗതം പറഞ്ഞില്ലേ? ഈ 2 കൊല്ലത്തിനുള്ളിൽ ആ ആത്മാവിനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം പിന്നെ നീളൂല അച്ഛാ. മന്മത, കുടുംബത്തിലെ വയസ്സായ ആൾക്കാര് കാരണവന്മാര് പറയണത് കേട്ട് നടന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ല ജീവിതം കിട്ടും. മൂത്തവർ ചൊല്ലും മുതു നൊല്ലിക്കെന്ന് കേട്ടിട്ടില്ലേ? ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇല്ലെങ്കിൽ ആ കുരുത്തം കെട്ടവന്റെ മാരിയാവും. അവന്റെ മാരിയാവണോ നിനക്ക്? കല്യാണം കഴിക്കാതെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനല്ലേ എന്റെ കുഞ്ഞിനെ ചേരപ്പാളി. ബിന്ദു പിന്നെ ബിന്ദു പിന്നെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജീവിക്കാൻ ജ്യോതിഷം ആവശ്യമോ? ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ശീതളൻ, പുരോഗമന ജ്യോതിഷ ചിന്തകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രാഘവ പണിക്കർ, പാരമ്പര്യ ജ്യോത്സ്യനായിട്ടുള്ള ശ്രീ സുഗതൻ. ആദ്യം നമുക്ക് ശീതളിലേക്ക് പോകാം. സാർ, ജീവിക്കാൻ ജ്യോതിഷം ആവശ്യമോ? എന്റെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആളുകളെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് ഈ വിശ്വാസത്തിന്റെ പുറത്ത് എത്രയോ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ ഇപ്പൊ ഈ ചൊവ്വാദോഷം ബന്ധപ്പെട്ട് അതേപോലെ ഈ ജ്യോതിഷം ബന്ധപ്പെട്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ അധപതിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് ശാസ്ത്രം പുരോഗമിച്ച് വേറൊരു തലത്തിലേക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇപ്പോഴും ഒരു വിവാഹ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോവാൻ പോലും ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പല ആളുകളുടെയും ജീവിതം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു തമാശയുണ്ട്. അതായത് ഈ ധനാകർഷണ യന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇത് ഈ ധനം ഇല്ലാണ്ടാവുമ്പോ ബുദ്ധിമുട്ടുമ്പോ ആളുകൾക്ക് ധനം ഉണ്ടാവാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവര്. കാരണം ഈ യന്ത്രം കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടാല് ആവശ്യാനുസരണം ധനം കിട്ടുന്ന പറഞ്ഞേ. എന്നിട്ട് ഈ സാധനം ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് ആൾക്കാരുടെ അടുത്ത് തന്നെ കാശ് മേടിക്കുക. അപ്പൊ ഇത് ഒരെണ്ണം കെട്ടി തൂക്കി അവരവരുടെ കഴുത്തിലേറ്റാ മതി. എന്നാ പിന്നെ ഈ ആൾക്കാരുടെ അടുത്ത് ഈ കാശിന് പിരിവിന് നടക്കണ കാര്യമില്ല. ഇതേപോലെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ പത്രം കലക്കി അരച്ച് കലക്കി കുടിക്കുക. അതേപോലെ ഈ പിന്നാണങ്ങളില് മഷി കൊണ്ട് എഴുതിയിട്ട് അത് കലക്കി കുടിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വയറുവേദനയായിട്ട് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിച്ച് മരണം വരെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ യുക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇതിന്റെ പുറകിലൊക്കെ ഉള്ളത്. ശരി, ഇനി നമുക്ക് പുരോഗമന ജ്യോതിഷവാദി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രാഘവ പണിക്കറിലേക്ക് പോകാം. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അത് കണക്കുകളുടെ ഒരു ജീവിത സൂചികയാണ്. അത് കാശ് നേടാനുള്ള ഒരു പുകപറ സൃഷ്ടിക്കാനുള്ള ഒന്നതല്ല ജ്യോതിഷം. ജ്യോതിഷം കൃത്യമായ നിയതമായ അതിന് ഒരു വഴിയുണ്ട്. അതിനെ അവഹേളിക്കുന്ന തരത്തിലാണ് കാശ് നേടാൻ വേണ്ടി ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് തെറ്റ്. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം എടുത്തു നോക്കാം നമുക്ക്. ശുദ്ധജാതകം, പാപജാതകം, അശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ജീവിതകാലം അങ്ങ് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഒരു പുരുഷന്റെ ഒരു 50 വയസ്സ് വരെ ഈ ജാതക പ്രശ്നം പറഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. പിന്നീട് അവർ വിവാഹം കഴിച്ചിട്ട് എല്ലാ പൊരുത്തമില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഒരു മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. മനപ്പൊരുത്തമുണ്ട്. മനപ്പൊരുത്തമാണ് പ്രധാനം. എല്ലാറ്റിലും ഇത് മനപ്പൊരുത്തമാണ്, സ്നേഹമാണ്. അതുണ്ടെങ്കിൽ ആ കല്യാണം വിജയിക്കും. ഇനി നമുക്ക് പാരമ്പര്യ ജ്യോതിഷിയായിട്ടുള്ള ശ്രീ സുഗതനിലേക്ക് പോവാം. എനിക്ക് ഈ വാദപ്രതിവാദങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല.
പിന്നെ എന്താ ഇവിടെ വന്നതെന്നാവും. ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാനും പറ്റില്ല. ഈ ഏറ്റുമുട്ടൽ എന്നുള്ള പേര് ഇതിന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ വൈരാഗ്യമൊന്നുമില്ല. ഏറ്റുമുട്ടാനൊന്നുമല്ല വന്നിരിക്കണത്. അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, അതെ, സ്വാഭാവികമാണ്. ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ശീതളൻ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം അയാളൊരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും താല്പര്യനല്ലാത്ത ഒരാളാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ രാഘവപ്പണിക്കര് പറഞ്ഞത് ശരിയാണോ എന്നാണ് എന്റെ കാര്യം. ജ്യോതിഷത്തെ പുച്ഛിക്കുന്ന ഒരാള് അയാൾ എന്തിനാ ജ്യോതിഷനാവണ? വേറെ എന്തെങ്കിലും പണിക്കോ കൂടെ? സത്യസന്ധമായ രീതിയിൽ നാള് ഗണിച്ച് നമ്മൾ ഒരു ശാസ്ത്രം പറയുമ്പോ അതിന്റെ പ്രതിവിധികളും നമ്മൾ കാണുകയാണ്. പിന്നെ തെറ്റുകൾ എങ്ങനെയാ സംഭവിക്കണേ എന്നാവും. ഒരു കൊച്ചു ജനിക്കുമ്പോ ആ പ്രസവം നോക്കിയ നഴ്സ് തന്റെ വാച്ചിൽ നോക്കിയിട്ടാണ് ജനന സമയം കുറിക്കുന്നത്. ആ നഴ്സിന്റെ സമയം ചിലപ്പോൾ 5 മിനിറ്റ് സ്ലോ ആവാം, 5 മിനിറ്റ് ഫാസ്റ്റ് ആവാം. അങ്ങനെ വരുമ്പോൾ നാള് ചിലപ്പോൾ മാറ്റം വരാം. പക്ഷെ നമുക്ക് തരണ നാള് അനിയടാണെങ്കിൽ തൃക്കേട്ടായിരിക്കും നാള്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. അനിയടം വെച്ചാണ് നമ്മൾ ഗണിക്കണത്. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഒരു രോഗിനെ ചികിത്സിച്ചാൽ ആ രോഗിക്ക് മരണം സംഭവിക്കാറില്ലേ? അതിനെ നമ്മൾ ഡോക്ടറെ പഠിക്കാറുണ്ടോ? പിന്നെ ചിലരൊക്കെ പറയണു ശാസ്ത്രം പുരോഗമിച്ചു, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വേണ്ടത്. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നുണ്ട് ശാസ്ത്രം. എന്തിനാ അവര് റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്തിന് കറക്റ്റ് ഒരു സമയം കുറിക്കണേ? നല്ല സമയം, നല്ല മുഹൂർത്തം കുറിച്ചാലേ അത് ഫലവത്താവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം വിമർശന ബുദ്ധിയിലെ കാണുമ്പോ അവർക്കെല്ലാം തെറ്റായിട്ടേ തോന്നും. ഇത്രയ്ക്ക് പറയാനുള്ളൂ. ജ്യോതിഷത്തിന് ആരും ഇവിടെ തെറ്റ് പറഞ്ഞിട്ടില്ല. അത് അവക്കവുമായിട്ട് അത് പഠിക്കാതെ അത് ചെയ്ത് പല മന്ത്രവാളങ്ങളും പുസ്തകത്തിൽ എഴുതിയത് മുഴുവൻ അങ്ങോട്ട് വായിച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അയാൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇതിനൊക്കെ വിമർശിക്കുക, പുച്ഛിക്കുക, എന്നിട്ട് ആളായിട്ടിരിക്കാതല്ലേ ഇപ്പൊ കാര്യം. അതാണ് തെറ്റ്. ഇതിപ്പോ എന്താ വെച്ചാല് ഇതൊക്കെ പറയാനുള്ളൂ. ഈ ഞാൻ പിടിച്ച മുയലിന് 2 ചെവി അല്ലെങ്കിൽ 3 ചെവി എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ട്. 3 ചെവിയുള്ള മുയലുണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ഇപ്പൊ നമുക്ക് അതിന് മറുപടി പറയാലോ. ഒന്നാമത്തെ ജ്യോതിഷം അറിയുന്ന ആളുകളുടെ തർക്കം കഴിഞ്ഞിട്ടേ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമുള്ളൂ. ഇപ്പോ ഒരു കുട്ടി പ്രസവിച്ചു, ഈ പ്രസവിച്ച സമയത്ത് നഴ്സ് പറഞ്ഞു കൊടുക്കണ സമയം ഒന്ന് തെറ്റിയാൽ മതി, അപ്പൊ ഇവരുടെ ജ്യോതിഷം ആ സമയം ഇവരുടെ ജ്യോതിഷവും പോയി. ഇവരുടെ ഈ എന്താ പറയാ ഞാൻ പറയട്ടെ, നിങ്ങളെ യുക്തി ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഈ ജാതകം നോക്കിയിട്ട് വിവാഹം നടത്തിയിട്ടുള്ള ആളുകളുടെ വിവാഹമോചനത്തിനേക്കാൾ കുറവാണ് അത് നോക്കാതെ വിവാഹം നടത്തിയത്. അതൊക്കെ ഈ പറയുന്ന ജന്മനുള്ള നാടിന്റെ പ്രശ്നങ്ങളാണെന്നേ. ഡോക്ടർ ചികിത്സിച്ചാലും അതായത് നിങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റാം എന്നല്ലേ പറഞ്ഞു വരുന്നേ? എന്റേന്നല്ല, ലോകത്തിലെ മനുഷ്യജന്മത്തിലുള്ള പലർക്കും തെറ്റുകൾ സംഭവിക്കാം. ജനങ്ങൾ ഇതൊന്നും അല്ലാത്തൊരു തലത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ആഹ്വാനം ജീവിക്കുന്ന ആളുകളുടെ പറയരുത്. പലരുടെയും ജീവിത രീതികളുള്ള വിശ്വാസത്തിന് പുറത്ത് ആളുകൾ